ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഭാര്യയുടെ അനിയത്തിക്ക് ഒരു ആശ്വാസമാകാൻ ഞാൻ തീരുമാനിച്ചു. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അവർ അനുഭവിച്ചു. അതിൽ നിന്നും ഞാൻ അവരെ മോചിപ്പിക്കുകയായിരുന്നു. എല്ലാ സപ്പോർട്ടോടുകൂടെ എൻ്റെ ഭാര്യയും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഹലോ സണ്ണേട്ടാ, ഇന്ന് നേരത്തെ വരുമോ? എന്താ സ്റ്റെല്ല, അത് നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോകണം. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, അമ്മച്ചി വിളിച്ചിരുന്നു, വീട്ടിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. നാളെ അനിയത്തിയുടെ പിറന്നാളാണ്, അപ്പോൾ ചെറിയൊരു ആഘോഷം. അവളാണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആകെ മൂഡ് ഓഫിലല്ലേ. സ്റ്റെല്ലയുടെ അനിയത്തി സീന പ്രേമിച്ച് വിവാഹം ചെയ്തതാണ്. സ്റ്റെല്ലയുടെ വിവാഹത്തിന് മുന്നേ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. എന്നാൽ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവരുടെ ജീവിതം. ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ലെങ്കിലും ഒരുപാട് അവൾ അതിനുവേണ്ടി സഹിച്ചു. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോൾ അവൾ ഇറങ്ങിപ്പോന്നു. പിന്നെയാണ് അവർ ഡിവോഴ്സ് ആയത്. അതിനുശേഷമാണ് സീന വളരെ സൈലന്റ് ആയത്. വിവാഹത്തിനു മുമ്പ് അവൾ നല്ല ചുറുചുറുക്കുള്ള ഒരു പെണ്ണായിരുന്നു. കാണാനാണെങ്കിലോ സ്റ്റെല്ലയേക്കാൾ സുന്ദരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം അവളുടെ പിറന്നാൾ ആഘോഷമായി തന്നെ നടത്താൻ തീരുമാനിച്ചത്. ഓ, അതാണോ കാര്യം? പിന്നെന്താ, നമുക്ക് പോവാലോ, ഞാൻ നേരത്തെ ഇറങ്ങാം, സണ്ണി പറഞ്ഞു. നീ അവിടെ റെഡി ആയിട്ടിരിക്കെ, പിന്നെ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൂടെ വാങ്ങിക്കോളൂട്ടാ, നമുക്ക് ഒരുമിച്ച് പോകാനുള്ള ടൈം ഉണ്ടാവില്ല. ആ, അത് പറയേണ്ട ആവശ്യമുണ്ടോ, ഞാൻ വാങ്ങിച്ചോളാം, അവൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ആ, സണ്ണി ഒരു വലിയ ഫിനാൻസ് കമ്പനിയിലെ മാനേജറാണ്. സണ്ണി സ്റ്റെല്ലയെ വിവാഹം ചെയ്തിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. സ്റ്റെല്ലയുടെ വീട്ടിൽ അമ്മച്ചിയും അനിയത്തിയും മാത്രമാണുള്ളത്. അനിയത്തിയുടെ വിവാഹത്തിന് ശേഷമാണ് അപ്പച്ചൻ മരിക്കുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്നതായിരുന്നു അവരുടെ കുടുംബജീവിതം. എന്നാൽ അയാൾ മദ്യത്തിന് അടിമയായി മാറുകയായിരുന്നു. അത് അവരുടെ ദാമ്പത്യത്തെ തന്നെ സാരമായി ബാധിച്ചു. അങ്ങനെ സഹിക്കാൻ പറ്റാതെയാണ് സീന ഇറങ്ങിപ്പോകുന്നത്. സണ്ണി സ്റ്റെല്ലയെ വിവാഹം ചെയ്യുമ്പോൾ അനിയത്തി ഭർത്താവുമായി പിണങ്ങി നിൽക്കുകയായിരുന്നെങ്കിലും ഡിവോഴ്സ് ആയിരുന്നില്ല. അതിനുശേഷമാണ് അവർ ലീഗലി വേർപിരിഞ്ഞത്. സണ്ണി അനിയത്തിക്ക് ഗിഫ്റ്റ് വാങ്ങാനായി ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവന്റെ മനസ്സിൽ മുഴുവൻ അവരായിരുന്നു. ആദ്യമായി അവളെ കണ്ട നിമിഷങ്ങൾ തൊട്ട് അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. സീന സ്റ്റെല്ലയേക്കാൾ 100 ഇരട്ടി സൗന്ദര്യവും കഴിവുമുള്ളവളായിരുന്നു അവൾ. എന്നാൽ നല്ല അച്ചടക്കത്തോടെയും പക്വതയോടെയും പെരുമാറുന്നവൾ. ഒറ്റനോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടും. സണ്ണിക്കും അത് തന്നെയാണ് ഉണ്ടായത്. പെണ്ണ് കാണൽ ചടങ്ങിൽ ആദ്യം ചായയുമായി വന്നപ്പോൾ തന്നെ അതായിരിക്കും പെണ്ണെന്ന് അവൻ വിചാരിച്ചു. ഒറ്റനോട്ടത്തിൽ തന്നെ ആ പെണ്ണിനോട് തോന്നിയ ആഗ്രഹം മനസ്സിൽ കയറി കൂടിയപ്പോൾ പെണ്ണതല്ല എന്നറിഞ്ഞിട്ടും ആ വീടുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സണ്ണിക്ക് കഴിഞ്ഞില്ല. മനസ്സിലാഗ്രഹിച്ചാൽ അത് കിട്ടണമെന്ന വാശി എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ സണ്ണി അങ്ങനെയായിരുന്നില്ല. ഇഷ്ടപ്പെട്ട പെണ്ണ് മാറിയെങ്കിലും സ്റ്റെല്ലയോട് അവൻ ഒരിക്കലും ഒരു അടുപ്പക്കുറവോ സ്നേഹക്കുറവോ കാണിച്ചിട്ടില്ല. ഒരു തൃപ്തിക്കുറവും അവൾക്ക് ഉണ്ടായിട്ടുമില്ല. കാരണം അവന്റെ ആഗ്രഹത്തിന്റെ താക്കോൽ അവളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിരുന്നു. അങ്ങനെ സണ്ണി ഗിഫ്റ്റ് വാങ്ങാനായി കടയിൽ കയറി. അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് തന്നെയാണ് അവൻ വാങ്ങിയത്. പിന്നെ അവൻ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വേഗം തന്നെ വീട്ടിലെത്തി സ്റ്റെല്ലയെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഏകദേശം ഒരു 10 മണി ആയപ്പോഴാണ് അവർ അവിടെ എത്തിയത്. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനായി പോയി. അവിടെ എത്തിയത് മുതൽ അവന്റെ കണ്ണുകൾ സീനയുടെ പിന്നാലെയായിരുന്നു. കാരണം അവൾ പഴയ പോലെ ആയിരുന്നില്ല, വളരെ മൂടിയായിരുന്നു. ഒട്ടും സംഭാഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ അവസ്ഥ കണ്ട് അമ്മച്ചിക്കും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവരുടെ വിഷമങ്ങളെല്ലാം അകറ്റണമെന്ന് അന്നേരം തന്നെ അവൻ മനസ്സിൽ വിചാരിച്ചു. അതിന് ഒരു തുടക്കമായി ആ ബർത്ത്ഡേ ആഘോഷം അവൻ കണ്ടു. അങ്ങനെ 12 മണിയായി. സർപ്രൈസായി കേക്കൊക്കെ ഒരുക്കി വെച്ചു. എന്നിട്ട് സണ്ണി തന്നെയാണ് അവളെ വിളിക്കാനായി പോയത്. അവിടെ വെച്ച് അവൻ അകത്തേക്ക് കടന്നതും എന്തോ ശബ്ദം കേട്ട് ഉണർന്ന അവളുടെ കണ്ണുകൾ അവൻ പൊത്തി. ആദ്യം അവൾ പേടിച്ച് കൈകൾ കുടയാൻ ശ്രമിച്ചെങ്കിലും അവനാണെന്നറിഞ്ഞപ്പോൾ അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ അവർ മുന്നോട്ട് നടന്നു. അത് അവന് വലിയൊരു ആത്മവിശ്വാസം നൽകി. ശേഷം ആഘോഷമായി തന്നെ ആ പിറന്നാളിനെ അവർ വരവേറ്റു. അനിയത്തിയും അന്ന് ഒത്തിരി സന്തോഷിച്ചു. പിറ്റേന്ന് പള്ളിയിൽ പോയും സദ്യ ഒരുക്കിയും അവർ അത് ഗംഭീരമാക്കി. അതിനിടയിൽ അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകളിലേക്ക് പോകുന്നത് സണ്ണി ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവൻ ഓരോ വലിച്ച തമാശകൾ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ ആഘോഷം ഗംഭീരമായി തന്നെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അമ്മയുടെ കരച്ചിൽ തൊടിയിൽ നിന്നും കേട്ടപ്പോഴാണ് അവർ അങ്ങോട്ട് ഓടിച്ചെന്നത്. അവിടെ അമ്മച്ചി കല്ലിൽ തട്ടി വീണ് കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു പ്രശ്നം അറിഞ്ഞത്. കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റെല്ല പറഞ്ഞു, സണ്ണേട്ടാ, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ അവളെയും കൂട്ടി വീട്ടിലേക്ക് പൊക്കോളൂ. എന്നാൽ അത് കേട്ട് സീന എതിർത്തു. മോളെ, അതൊന്നും വേണ്ട ചേച്ചി, അതൊന്നും വേണ്ട, നിങ്ങൾക്ക് പോകേണ്ടതല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം. സണ്ണി ചേട്ടന് ജോലിക്കൊക്കെ പോകണ്ടേ, നീ ഇവിടെ നിന്നാൽ അതിനൊക്കെ ബുദ്ധിമുട്ടാവും. ഏയ്, ഞാൻ ലീവ് എടുത്തോളാം, എന്നെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്തായാലും ഇവിടെ ഒരാളെ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് പോന്നോളൂ, ഫുഡൊക്കെ വെച്ച് കൊണ്ടുവരാലോ. സീന, അതാ ഞാൻ പറഞ്ഞത്, വീട്ടിലെ കാര്യങ്ങൾ നീ പോയാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്നോളാം. അങ്ങനെ സ്റ്റെല്ലയുടെ നിർബന്ധപ്രകാരം സീന അവന്റെ കൂടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അടുക്കള പണി എന്നാൽ അലർച്ചയുള്ള തന്റെ ഭാര്യ ആ കാര്യം കേട്ടാൽ വരില്ല എന്ന് ഉറപ്പായിരുന്നു അവന്.
ശേഷം അവർ വീട്ടിലെത്തി. സണ്ണി ഇരിക്കെ, സണ്ണി ചേട്ടാ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അവൾ ചായയുമായി വന്നു. അപ്പോൾ സീന വസ്ത്രം മാറി നൈറ്റി ഇട്ടിരുന്നു. അവൻ ചായ കുടിച്ചുകൊണ്ട് മുറ്റമടിക്കുന്നത് നോക്കി നോക്കി നിന്നു. അവൻ ചോദിച്ചു, സീനയ്ക്ക് അങ്ങേരെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ അവന്റെ ആ ചോദ്യം കേട്ട് അവൾ ചൂലുമായി ചിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, അങ്ങേരെയോ? എന്തിനു? കാരണം എന്റെ ജീവിതം ഇല്ലാതാക്കി എന്നിലെ പെണ്ണിനെ വരെ സന്തോഷിപ്പിക്കാൻ അവനെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അയാളെ ഇനി ഒരിക്കലും കാണണ്ട. എനിക്കതൊന്നും അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അർഹതയോ യോഗമോ ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറേയില്ല. സാരില്ലടി, പോട്ടെ, എല്ലാം നല്ലതിനായിരിക്കും. നിനക്ക് ഇനിയും അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ആര് വരാനാ? എന്നെയൊക്കെ തേടിയിട്ട് ഞാനിപ്പോൾ വെറും കറിവേപ്പിലയല്ലേ? ഒരു രണ്ടാം പോലും വരില്ല. അങ്ങനെയൊന്നും പറയാതെ എന്റെ സീന, അതിനൊക്കെയുള്ള ഒരു വഴി തെളിയാതിരിക്കില്ല. എന്റെ സ്റ്റെല്ലയുടെ ഭാഗ്യം ചെയ്തവളാ. നിന്നെ പോയി സ്നേഹമുള്ള ആളെ കിട്ടിയില്ലേ? സംസാരിച്ച് ഞാൻ നേരം പോകും. ഞാൻ ചോറും കറികളും വെക്കട്ടെ കേട്ടോ. അല്ല, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇപ്പോൾ? പാലോ ചായയോ എന്തെങ്കിലും? എനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, ഞാൻ പറയാം. അപ്പോൾ ചോദിക്കുമ്പോൾ തരില്ലെന്ന് പറഞ്ഞാണ്ടിരുന്നാൽ മതി. അയ്യോ, തരില്ലെന്ന് പറയാനോ? അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. എപ്പോൾ ചോദിച്ചാലും ഞാൻ തരാൻ റെഡിയാണ്. ഏത് പാതിരാത്രിയിലും ചോദിക്കാൻ മടി കാണിക്കരുത്. എന്നെ ഇല്ലാത്തതിന്റെ കുറവൊന്നും എനിക്ക് തോന്നാൻ പാടില്ലല്ലോ. ഞാനിവിടെ ഉള്ളപ്പോൾ അത് മതി എനിക്ക്. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സീന അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഇരിക്കപ്പെടുന്നില്ലാതെ അവനും അങ്ങോട്ട് പോയി. അന്നേരം സീന അവിടെ തേങ്ങ പൊതിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് കണ്ടുവന്ന് അവൻ ചോദിച്ചു, ഞാൻ സഹായിക്കണോ സീന? എന്താ ചേട്ടാ, നേരം പോകുന്നില്ലല്ലേ? എന്നാ ഇവിടെ ഇരുന്ന് സഹായം വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഇത് പൊതിക്കാൻ പാടാ, തൊണ്ടുണങ്ങി ഇതിന്റെ. അതുകൊണ്ട് പാര കയറാനേ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ പൊതിക്കണോ സീന? ഓ വേണ്ട ചേട്ടൻ, അവിടെ ഇരുന്ന് കണ്ടാൽ മതി, ഇത് ഞാൻ ചെയ്തോളാം. സാധാരണ പെണ്ണുങ്ങളാണ് തേങ്ങ പൊതിക്കാൻ എക്സ്പേർട്ട്. അവൻ അല്പം പതിയെ അത് പറഞ്ഞു. അത് ശരിയാ, പക്ഷെ എനിക്ക് ഇതുവരെ പൊതിക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ തൊടിയിൽ പണിക്ക് വരുന്ന ചേട്ടനാ ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് പണി കിട്ടി. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എപ്പോഴും പൊതിക്കാറ്. ഓ, അവൾക്ക് ജോലി ചെയ്യാൻ വയ്യല്ലോ, ഞാൻ തന്നെ പൊതിച്ചു കൊടുക്കണം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് മടുത്തു തുടങ്ങി. ഇങ്ങനത്തെ ആണ് എത്ര വേണേലും ശ്രമിച്ചു നോക്കാമായിരുന്നു. അതെന്താ ഇതിനൊരു പ്രത്യേകത? നല്ല നിറമുള്ള തുടുത്ത പച്ച തേങ്ങ ആവുമ്പോൾ പാര സുഖമായി തന്നെ കയറും. പെട്ടെന്ന് തന്നെ പൊതിച്ചെടുക്കാം. അവിടുത്തെ എന്താ പച്ചത്തേങ്ങയല്ലേ? ഇതിലും എളുപ്പമല്ലേ അത്? തെങ്ങ് നല്ലതാണല്ലേ തേങ്ങയും നന്നാകൂ. നീര് കുറവുള്ള ഉണക്ക തേങ്ങയാ അത്. പാറ കയറുമ്പോൾ ഒരു സുഖമില്ല, വല്ലാത്ത മുറുക്കം. അവൻ അങ്ങനെ പറഞ്ഞു നിർത്തി. സീന വേറെ തേങ്ങ എടുക്കാനായി ചായപ്പിലേക്ക് പോയി. നീ അവിടെ നിന്നും ഒരു തേങ്ങ എടുത്ത് കയ്യിലിട്ട് അമ്മാനെ മടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അവിടെ എത്തിയിരുന്നു. അത് കണ്ട് അവൾ പറഞ്ഞു, ഇത് കണ്ടു കിടക്കുന്നത്, ഇതൊക്കെ എങ്ങനെ പൊതിക്കാനാ? അതൊക്കെ ഞാൻ പൊതിക്കാം, പക്ഷെ ഇപ്പൊ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. വല്ലാത്ത ദാഹമുണ്ട്. അതിനെന്താ തരാലോ? ഈ സകീർക്കൂട്ടിലെ വെള്ളം തന്നെ തരാം. അങ്ങനെ അത് പൊതിച്ചവന് വെള്ളം കൊടുത്തു. അങ്ങനെ മതിയാവോളം അവൻ കുടിച്ചു. മൂത്തതാണെങ്കിലും ഇളം കരിക്കിനെ മതിയാവും വിട്ടു പോയിരുന്നില്ല. പിന്നെ അവളും കുടിച്ചു. അങ്ങനെ അന്ന് അവൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. അവളുടെ കൈപ്പുണ്യം അവൻ ആദ്യമായാണ് രുചിച്ചറിയുന്നത്. സ്റ്റെല്ലയെക്കാളും 100 ഇരട്ടി രുചി കൂടാനുള്ള കൂട്ട് തന്നെയാണ് ഓരോ വിഭവങ്ങൾക്കും ഉണ്ടായിരുന്നത്. അത് അവൻ ആസ്വദിക്കുക തന്നെ ചെയ്തു. പിന്നെ ചോറുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് സ്റ്റെല്ല വലിയ ഹാപ്പിയിലായിരുന്നു. അങ്ങനെ ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. അമ്മച്ചി വീട്ടിലെത്തി. ഇപ്പോഴും നടക്കാറായിരുന്നില്ല. ഇനി കൂടുതൽ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ തിരിച്ചുപോയി. പിന്നെ അങ്ങോട്ട് സീന സണ്ണിയുമായി നല്ല കമ്പനിയായിരുന്നു. നല്ലൊരു ബന്ധം അവർ തമ്മിലുണ്ടായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവരുടെ ഇടയിലേക്ക് ആ വാർത്ത വന്നത്. ചേച്ചിക്ക് സീനയ്ക്ക് ഒരു കല്യാണാലോചന ആയിരുന്നു അത്. ദുബായിൽ നിന്നും അവിടെ സെറ്റിലായ ഒരു കോടീശ്വരൻ. അയാൾ സീനയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണ് വന്നത്. അവരുടെ അമ്മച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാൽ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആര് പറഞ്ഞിട്ടും അവൾ അനുസരിച്ചില്ല. പിന്നെ ഒരു ദിവസം അമ്മ സണ്ണിയെ വിളിച്ചു പറഞ്ഞു അവളുമായി സംസാരിക്കാൻ. അമ്മയുടെ വിഷമം കണ്ട അവൻ അതിന് സമ്മതിച്ചു. അവൻ വിഷമത്തോടാണ് അവൻ അവളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കൂടെ ഒരു കാര്യവും പറഞ്ഞു. സീന, സ്റ്റെല്ല ഗർഭിണിയാണ്. ഞാനൊരു അച്ഛനാവാൻ പോവുകയാണ്. ഒരു അച്ഛനാവാൻ വേണ്ടി ഞാൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതിന്റെ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. സീനയ്ക്ക് ഒരിക്കൽ അത് നഷ്ടപ്പെട്ടെങ്കിലും ഇനിയും അതിനുള്ള അവസരം സീനയുടെ മുന്നിലുണ്ട്. തിരഞ്ഞെടുക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. സീനയ്ക്കും ഒരു ജീവിതം ഉണ്ടാകണം. ഒരു നിമിഷത്തെ ജീവിതമല്ല, കാലാകാലം നീണ്ടു നിൽക്കുന്ന ജീവിതത്തിന് ആയുസുണ്ടാകൂ. ശരിക്കും അവന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ തന്നെ തട്ടുകയായിരുന്നു. പിന്നെ മാസങ്ങൾക്കകം അവൾ ആ കോടീശ്വരനെ വിവാഹം ചെയ്ത് ദുബായിലേക്ക് പറഞ്ഞു. ഇപ്പോൾ രണ്ടാളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും മക്കളോടൊപ്പം സുഖമായി ജീവിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.